എല്ലാ മാധ്യമ സഹോദരങ്ങൾക്കും വിനീതമായ നമസ്കാരം. ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമായ കാളിമല സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ്. കന്യാകുമാരി ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും അതിർത്തി പ്രദേശമായിട്ടുള്ള അമ്പൂരി വെള്ളറട പഞ്ചായത്തിനടുത്ത് കടയാലുംമൂട്, തമിഴ്നാടിൻ്റെ കടയാലുംമൂട് പഞ്ചായത്ത്, അമ്പൂരി പഞ്ചായത്തിൻ്റെ അതിർത്തി ചെമ്പകപ്പാറ കഴിഞ്ഞാൽ പത്തുകാണിയാണ്. ആ കടയാലുംമൂട് പഞ്ചായത്തിലെ പത്തുകാണിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മലമുകളിലാണ് കാളിമല ദേവസ്ഥാനം. അവിടെ സ്വയംഭൂവായിട്ട് ധർമ്മശാസ്താവും അതോടൊപ്പം കാളിയും, സ്വയംഭൂവായിട്ടൊരു 5 തല നാഗം അവിടെ ഇങ്ങനെ കല്ലിൽ അവിടെ കിടക്കുന്നത് കാണാം. അവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആദിവാസികൾ പൂജ നടത്തിയിരുന്ന സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. അഗസ്ത്യമുനി അവിടെ ധ്യാനത്തിലിരുന്നു എന്നും അഗസ്ത്യമുനിയുടെ ആ ധ്യാനം ആ സമയത്ത് ഈ 5 തല നാഗം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും ആ സമയത്ത് അഗസ്ത്യമുനിയെ ആക്രമിക്കാൻ വന്ന ആ നാഗത്തെ അവിടെ ശപിച്ച് അവിടെ അങ്ങനെ കല്ല ആക്കി മാറ്റി എന്നാണ് എല്ലാ ചരിത്രങ്ങളും ദൈവപ്രസംഗങ്ങളും പറയുന്നത്. അങ്ങനെ വളരെ പ്രശസ്തി ആർജിച്ചുകൊണ്ടാണ് കാളിമല ഇന്ന് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. പതിപോലെ ഈ വർഷത്തെ കാളിമല തീർത്ഥാടനം ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതി ആരംഭിച്ച് മെയ് 1-ാം തീയതി ചിത്ര പൗർണമി നാളിൽ 10,000-കണക്കിന് അമ്മമാർ പങ്കെടുക്കുന്ന പൊങ്കാലയാണ് ഈ 3 കിലോമീറ്റർ മലമുകളിൽ നടക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഈ പൊങ്കാല പ്രത്യേകിച്ച് കേരളത്തിലാണുള്ളത്. കേരളത്തിൽ ഈ 3.5 കിലോമീറ്റർ മുകളിൽ 3500 അടി ഉയരത്തിൽ ഈ 10,000-കണക്കിന് അമ്മമാർ വന്ന് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ദേവസ്ഥാനം വേറെ കാണാൻ സാധ്യമല്ല. ഈ തീർത്ഥാടനത്തിനും പൊങ്കാലയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ ദ്രുതഗതിയിൽ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഏതാണ്ട് 250ഓളം വരുന്ന സംഘാടക സമിതിയുടെ പ്രവർത്തകർ മലയെ ഏതാണ്ട് ഒരു 300-400 ഏക്കറോളം വരുന്ന മലയെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി തട്ടുകളായി തിരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. ഈ പൊങ്കാല ദിവസം മലയിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് അമ്മമാർക്ക്, പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് 50-ൽ പരം ശൗചാലയങ്ങൾ റെഡിമെയ്ഡും അവിടെ സ്ഥായിയായിട്ടുള്ള 15-ൽ പരം അതിൻ്റെ എല്ലാം ഏതാണ്ട് 90% അത് പൂർത്തിയായി കഴിഞ്ഞു. പൊങ്കാല ദിവസം ചിത്ര പൗർണമിയുടെ അന്ന് തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ലിറ്റർ ശുദ്ധജലം വേണം. അതിനവിടെ 1 ലക്ഷം ലിറ്റർ ശുദ്ധജലം നിൽക്കുന്ന ടാങ്കുകളുണ്ട്. അതൊരിക്കലും പറ്റാത്ത നീരുറവയോടെ ഉണ്ട് കാളി തീർത്ഥം. ഈ വേനൽക്കാലത്ത് അതിങ്ങനെ ചെറുതായിട്ട് ഉള്ളേയുള്ളൂ. താഴ്വശത്ത് നമ്മുടെ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പമ്പ് ചെയ്ത് അതിൻ്റെ ശുദ്ധജലം ശേഖരിച്ചു വരുന്നു. തീർത്ഥാടന സമയത്തിന് ഏത് സമയത്ത് വന്നിരുന്നാലും ശരി, അവർക്ക് അന്നദാനത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ചെയ്തു കഴിഞ്ഞു. ഏത് സമയത്ത്, രാവിലെ ആയാലും ഉച്ചയ്ക്ക് സ്ഥിരം അന്നദാനമുണ്ട്, രാവിലെയും വൈകുന്നേരമുണ്ട്. പ്രത്യേകിച്ച് കാളിമലയിൽ ആരെങ്കിലും എത്തുന്നു, അവിടെ താമസിക്കുന്നു എന്നറിഞ്ഞാൽ 100 പേർക്ക് താമസിക്കുവാനുള്ള സംവിധാനം കാളിമലയിലുണ്ട്. ഹാളുണ്ട്, തറയൊക്കെ ഇതേ തരത്തിൽ ടൈലൊക്കെ ഇട്ട് നല്ല സംവിധാനം ചെയ്തിട്ടുണ്ട്. 100 പേർക്ക് അവിടെ ഒരു സമയം താമസിക്കുവാനുള്ള വ്യവസ്ഥകളും ചെയ്തിട്ടുണ്ട്. കാളിമല ഇവിടെ ഒരു പ്രത്യേകത, ഈ പത്തുകാണി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ബസ് സർവീസ് ഉള്ളത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും. തമിഴ്നാട് പ്രദേശമാണ് പത്തുകാണി.
അവിടെ ഈ 3 കിലോമീറ്ററിൽ നമ്മുടെ സ്വകാര്യ വാഹനത്തിൽ വരുന്നവർക്ക് 1.5 കിലോമീറ്റർ മലയിൽ നമ്മുടെ വാഹനങ്ങൾ കൊണ്ട് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ ദൂരം കാനനപാതയിലൂടെ നടന്നു വേണം മലയിൽ കയറേണ്ടത്. വളരെ പ്രകൃതി രമണീയമായ കാഴ്ചയാണ്. ഈ കാനനപാതയിലൂടെ നടന്നു കയറുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് ആദ്യം കാണുന്നത് ചിറ്റാർ ഡാം 1, 2, രണ്ടാമത് അതിനപ്പുറത്ത് കാണുന്നത് പേച്ചിപ്പാറ ഡാം. കാളിമലയിൽ കയറി നിന്നാൽ കോതയാറിൻ്റെ ഒരു ഭാഗവും തമിഴ്നാടിൻ്റെ കന്യാകുമാരി ജില്ല പൂർണ്ണമായിട്ടും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അതുപോലെ കയറി വലതുഭാഗത്ത് നോക്കുന്ന സമയത്ത് നെയ്യാർ ഡാം, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്പൂരി കുമ്പിച്ചക്കടവ് പാലം, ആദിവാസികളുടെ പുല്ലുമേഞ്ഞ വീടുകൾ, ഇന്ന് കുറച്ചേ ഉള്ളൂ വീടുകൾ. അവിടെ ഒരു തെമ്മല എന്നൊരു മല, തൊട്ട് അടുത്ത് അഗസ്ത്യാർകൂടം, അതോടൊപ്പം തന്നെ നെയ്യാർ ഡാം. ഇത്രയും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാളിമലയിൽ നിന്ന് നമുക്ക് ദർശിക്കുവാൻ വേണ്ടി സാധിക്കും. മാത്രവുമല്ല, രാവിലെയാണെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് കാണുന്നത് പോലെ ഉദയം നമുക്ക് നന്നായിട്ട് ദർശിക്കാം. അതേപോലെ അസ്തമയവും. ഒരു അവസാനത്തെ ഭാഗവും കടലിലേക്ക് താരുന്നത് കാളിമലയിൽ നിന്ന് കാലാവസ്ഥ കൂടെ ശരിയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കത് ദർശിക്കുവാൻ വേണ്ടി സാധിക്കും. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ രാത്രി അതിൻ്റെ എയർ വരുന്നതും പോകുന്നതുമെല്ലാം വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കപ്പൽ ഇങ്ങനെ വ്യാപകമായിട്ട് പോകുന്നൊരു കാഴ്ച. എന്തുകൊണ്ടും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ദേവസ്ഥാനമാണ് കാളിമല. ഈ ഉത്സവ നാളിൽ അവസാന ദിവസം പൊങ്കാലയുടെ അന്ന് രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടി ഒരു കാളി ഊട്ട്, ദേവിക്കൊരു പ്രസാദ ഊട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർ മണ്ടയ്ക്കാട്ട് പോയിട്ടുള്ളവരായിരിക്കാം. മണ്ടയ്ക്കാട്ട് കൊടയുടെ അന്ന് അവസാനം അമ്മയ്ക്ക് നിവേദിക്കാൻ വേണ്ടിയിട്ട് ഊട്ട്, കൊട അങ്ങനെ വരുന്നത് നമുക്ക് കാണാം. അതിൽപ്പെട്ട ഒരു മാസം വ്രതമെടുത്ത് ഏതാണ്ട് 11 പേര് ആ നിവേദ്യ സാധനങ്ങൾ, ഇന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം തലയിലെടുത്ത് സംസാരിക്കാതെ വായി മൂടിക്കെട്ടി ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ആരും കാണാതെ വലിയ വെള്ളത്തുണി, വളരെ വീതിയിലുള്ള തുണി വിരിച്ച്, അതാണ് മണ്ടയ്ക്കാട്ട് കുട. ആ നിവേദ്യം അവസാനം കഴിഞ്ഞാണ് നടയടയ്ക്കുന്നത്. ഇതേ ശിഷ്ടവുമാണ് കാളിമലയിൽ. അതിന് പ്രത്യേക ശാന്തിക്കാരുണ്ട് അത് പാചകം ചെയ്യാൻ. അത് ചെയ്താണ് ആ നിവേദ്യം കഴിഞ്ഞ് നടയടയ്ക്കും. അപ്പോൾ ഈ കാഴ്ച, അതായത് ഈ കാളി ഊട്ട് ദർശിക്കുവാൻ വേണ്ടി ചിത്രാ പൗർണമിയുടെ അന്നോ രാത്രി കഴിഞ്ഞ പ്രാവശ്യം 1300 പേര് തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരി അടക്കം നിന്ന് 1300 പേര് 13 ജില്ലകളിൽ നിന്നുമായിട്ട് ദർശിക്കുവാൻ വേണ്ടിയിട്ട് ഈ മലയിലുണ്ടായിരുന്നു. എല്ലാവരും രാവിലെയാണ് ഇറങ്ങിയത്, പൊങ്കാലയുടെ പിറ്റേ ദിവസം. ഈ സമയത്തും അവർക്ക് നേരത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു, ഞങ്ങൾ ഏതാണ്ട് 1400 പേര് വരുന്നു. അവർക്ക് ഈ 10 കാണിയിൽ നിന്നും അവർ വാഹനത്തിൽ കാളിമലയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ 4 വീലർ 30ഓളം വരുന്ന വാഹനങ്ങളും അവിടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഈ കാളിമല തീർത്ഥാടനത്തിന് പ്രകൃതി രമണീയമായ ഈ ദേവസ്ഥാനം നിങ്ങളെല്ലാവരെയും അവിടത്തേക്ക് ക്ഷണിക്കുന്നു. അവിടെ നടക്കുന്ന എല്ലാ ഞായറാഴ്ചയും രാവിലെ 6 മണിക്ക് നട തുറന്നാൽ 1 മണിക്ക് പൂജ കഴിഞ്ഞ് നടയടയ്ക്കും. എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ പൂജയാണ്. എല്ലാ വെള്ളിയാഴ്ചയും പൂജയാണ്. പൗർണമിക്ക് രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട്. അവിടെ പൗർണമി കഴിഞ്ഞ് താമസിക്കുന്നവർക്ക് അതിൻ്റെ താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആയില്യത്തിനും രാവിലെ മുതൽ ഉച്ചവരെ പൂജ ഉണ്ടായിരിക്കുന്നതാണ്. ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു വിളംബര രഥയാത്ര നടക്കുകയാണ്. ആ രഥയാത്ര ഈ വർഷം ബാലരാമപുരം അഗസ്ത്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച്, ബാലരാമപുരം ആ ക്ഷേത്രത്തിൽ വെച്ച് അരുവിപ്പുറം സ്വാമിയും ചെങ്കൽ സ്വാമിയും ഭദ്രദീപം തെളിയിച്ചുകൊണ്ട്
നിർവഹിക്കുന്നു. ഉദയസമുദ്ര MD ചെങ്കൽ രാജേശേഖരൻ നായർ മുഖ്യ അതിഥിയും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ മുഖ്യ പ്രഭാഷണവും നടത്തുന്നു. അതായത് ഏപ്രിൽ 22, 23, 24 തീയതികളിൽ തിരുവനന്തപുരം ജില്ലയിൽ രഥയാത്ര സഞ്ചരിച്ച് 24-ാം തീയതി വൈകുന്നേരത്ത് കാളിമല തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം തൃപ്പരപ്പ് എസപ്പിയമ്മൻ കോവിലിൽ വെച്ച് നടക്കുന്നു. ആ സമ്മേളനം നമ്മുടെ ആരാധ്യനായ മേയർ രാജേഷ് അത് ഉദ്ഘാടനം ചെയ്ത് ഗുരു ശിവചന്ദ്ര സ്വാമികൾ അവിടെ പങ്കെടുക്കുന്നു. പൊങ്കാല ദിവസം മെയ് 1-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഇവിടെ ചേങ്കോട്ടുകോണം മഠാധിപതി ശക്തി ശാന്താനന്ദ മഹർഷി ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പോൾ കന്യാകുമാരിയിൽ നിലവിലുള്ള MLA ധവള സുന്ദരവും മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും അതിൽ പങ്കെടുക്കുന്നു. പൊങ്കാല ഭണ്ഡാരയടുപ്പിൽ ദീപം തെളിയിക്കുന്നത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ള വൈകുണ്ഠം അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അനന്യ റിസോർട്ടിൻ്റെ MD ലീല രാമചന്ദ്രൻ, അദ്ദേഹമാണ് പൊങ്കാല ഭദ്രദീപം തെളിയിക്കുന്നത്. എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ ചിത്രാപൗർണമി നാളിൽ കാളിമലയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.